ഇതിനെക്കുറിച്ചൊരു വളരെ രസകരമായ ഒരു കഥയുണ്ട്, ഒരു തോൽവിയുടെയും വിജയത്തിന്റെയും കഥ. ഈ മാതൃസ്നേഹത്തെ കുറിച്ച്, കുഞ്ഞിനെ കുറിച്ച്, വിരഹത്തെ കുറിച്ച് ഒക്കെ മനോഹരമായി എഴുതിയിട്ടുള്ള മറ്റൊരു കവിയാണ് വൈലോപ്പിള്ളി. അദ്ദേഹത്തിന്റെ മാമ്പഴം എന്ന കവിത, അങ്കണം തൈകാലിൽ നിന്ന് ആദ്യത്തെ പഴം മേടിയെ അമ്മനൻ നേത്രത്തിൽ നിന്ന് ഉയർന്നു ചുവട് കണ്ണീർ, അദ്ദേഹത്തിന്റെ അനിയന്റെ മരണസമയത്ത് എഴുതിയിട്ടുള്ളതാണ് ആ കവിത. ഇതിനെക്കുറിച്ചൊരു വളരെ രസകരമായ ഒരു കഥയുണ്ട്, ഒരു തോൽവിയുടെയും വിജയത്തിന്റെയും കഥ. ആദ്യമായിട്ട് ഈ കവിത പ്രസിദ്ധീകരിക്കാനായിട്ട് ഇദ്ദേഹം ഈ കവിതയും കൊണ്ട് മാതൃഭൂമി ഓഫീസിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പത്രാധിപരൊക്കെ ഉണ്ട്. ഇദ്ദേഹം അകത്തേക്ക് കയറി. അപ്പൊ പത്രാധിപരെ ചോദിച്ചു, എന്താണ്? കവിതയാണ് എന്ന് പറഞ്ഞു. വെച്ചിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പൊ വൈലോപ്പിള്ളി ആവട്ടെ ആ കവിത എടുത്തിട്ട് ഒരു കവറിനകത്തിട്ട് വെച്ചിട്ട് അദ്ദേഹം പോയി. കുറച്ചു സമയത്തിന് ശേഷം മുഖ്യ പത്രാധിപര് വന്നു. അവരെല്ലാരും കൂടി മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഈ കവിത എടുത്ത് പൊട്ടിച്ച് വായിച്ചു നോക്കിയപ്പോഴാണ് തുടിക്കുന്ന ഹൃദയം, പിടയ്ക്കുന്ന ഹൃദയം ആ കവറുകളിൽ കിടക്കുന്നത് അവർക്ക് തോന്നി കാണണം. ഈ കവിത ഈ ലോകത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കണമെന്നാണ് മുഖ്യ പത്രാധിപര്. ഇത്രയും മനോഹരമായ കവിത എഴുതിയ വ്യക്തിയെ നമ്മൾ ഒന്നും നൽകാതെ തിരിച്ചയച്ചില്ലല്ലോ, ഒരു കാപ്പി പോലും അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തില്ലല്ലോ, അപരാധമായി പോയി എന്നാണ് ആ പത്രാധിപരെന്ന് അഭിപ്രായപ്പെട്ടത്. പിന്നീട് നടന്ന ചരിത്രമല്ലേ. കാരണം ആ കവിതയുടെ മാറ്റടക്കാൻ മറ്റൊന്നും ആവശ്യമില്ല. മലയാളത്തില് കവിതയ്ക്ക് വേണ്ടി ഒരു റിയാലിറ്റി ഷോ വന്ന സമയത്ത് അതിനെ മാമ്പഴം എന്ന പേരിടാൻ ആ സംഘാടകരെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ, രണ്ടാമതൊന്നും ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു കവിതയുടെ വലിപ്പം എത്രമാത്രമാണ്, അതിന്റെ ഒരു സ്വത്ത് എത്രമാത്രമാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു കവിതയുള്ളൂ, 10 രൂപ എന്നാണ് ആ കവിതയുടെ പേര്. ഇതും വൈലോപ്പിള്ളിയുടെ തന്നെയാണ്. അകാലത്തിൽ പൊലിഞ്ഞുപോയി തന്റെ പൊന്നോമനെ ഓർത്ത് ഒരമ്മ വിലപിക്കുന്നതാണ് ഈ ഒരു കവിത. പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെയല്ലോ, ധാരാളം കുട്ടികളുണ്ടാകും വീട്ടിൽ. എന്റെ വീട് ഒരു അമ്പലത്തോട് ചേർന്നതായതുകൊണ്ടായിരിക്കും എനിക്കിത് കുറച്ചുകൂടെ ദൃശ്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് ഈ ഒരു കവിത വായിക്കുമ്പോൾ ദൃശ്യങ്ങൾ മനസ്സിൽ വരാറുണ്ട്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഞാനിപ്പോ ഈ കവിത ചൊല്ലാം, എല്ലാവരും ആ ഒരു ദൃശ്യം ഒന്ന് മനസ്സിൽ ഒന്ന് ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ കോട്ടയ്ക്കുള്ളിലുള്ള അല്ലെങ്കിൽ ശ്രീകണ്ഠേശ്വരത്തുള്ള ശ്രീവരാമത്തുള്ള ഒരു വീട്, ഓക്കെ, ആ വീടിനോട് ചേർന്ന് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്, മേളങ്ങൾ മുഴങ്ങി കേൾക്കുകയാണ്. ആ വീട്ടിലാണെങ്കിൽ അമ്മ ഇരിക്കുന്നു. അമ്മ ഒരു പെട്ടിയുടെ മുൻപിലാണ് ഇരിക്കുന്നത്. ആ പെട്ടിയുടെ മുൻപിലിരുന്ന അമ്മയുടെ കയ്യില് ഒരു ചുളിഞ്ഞ ഒരു കുട്ടി ഉടുപ്പുണ്ട്. 4-5 മാസം മുമ്പേ മരിച്ചുപോയ മകന്റെ ഉടുപ്പാണത്. അപ്പൊ ഇത് വെച്ചിട്ട് അമ്മ ഇരിക്കുന്നതാണ് സന്ദർഭം. കവിതയിലേക്ക് കിടക്കാം. ഉത്സവത്തിനു സവിത്രി തൻ ചുറ്റും തങ്കാന്തം വഴി പോയിരിക്കുന്നു കാലേ ശൃംഖല കോലാഹലഖലിതം ഗജയോധം വെമ്പലിൽ ഗമിക്കുന്നുണ്ടതിലേ പൂരം കാണാൻ വെൺതുകിൽ കൊടിക്കൂറമാറോജനം വഴികളിൽ കോവിലിൽ നിന്നും കേൾപ്പൂ ഭരിതാരാധം ഭേദികാരകാധ്വാനം കാൽത്തലയൂന്നാദേട്ടൻ കാത്തു നിൽക്കയാണമ്മേ യാത്രയാക്കൂ വൈകിയാൽ തേവരും മുഷിയില്ലേ യാത്രയാക്കൂ വൈകിയാൽ തേവരും മുഷിയില്ലേ. ഇത്രയും നമുക്ക് ചിത്രമായിട്ട് മനസ്സിൽ വന്നു. അതായത് ഒരമ്മ പെട്ടിയുടെ മുൻപിൽ ഇരിക്കുകയാണ്. ഉത്സവം മേള മുഴങ്ങി കേൾക്കുന്നു. കുട്ടികൾ കുറേയുണ്ട്. അപ്പൊ അവരെല്ലാരും ഒരു കുഞ്ഞിനെ വെച്ചോണ്ട് ഇവിടെ ഒരിടത്തോട്ട് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും അമ്മ വേഗാട്ടെ താഴെ കുട്ടികൾ വെയിറ്റ് ചെയ്യുമോ എന്ന് പറയുന്ന ഒരു തിടുക്കം അത് നമുക്കറിയാം. അപ്പൊ കുറെ കുട്ടികളുള്ളപ്പോ അവരെല്ലാരും പറയാണ് പെട്ടെന്നാവട്ടെ, ഉത്സവം കഴിയും, ആളെയും പോകും, ദേവൻ എണ്ണീറ്റ് പോകും, പെട്ടെന്നാട്ടെ എന്ന് പറഞ്ഞ് അമ്മയെ തിടുക്കം കൂടുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ്. എന്തോ ചെയ്യണം മാതാവാടയാഭരണങ്ങൾ ചിന്തിടും പെട്ടിക്കു മുൻപിരിപ്പാണവൾ മോഹം ഒരു കുഞ്ഞുടുപ്പിനെ തൻ മടിത്തളത്തിൽ ചേർത്തുരുവും മിഴികളാലിറ്റു നോക്കും പാവം. 4-5 മാസം മുൻപേ കൂടുവിട്ടൊരു കൊച്ചു ബാലന്റെ മനോഹര സ്മാരകമി കഞ്ചുകം അവരങ്ങിറങ്ങിപ്പോയാനന്ദ കഥകളും അവരും ഇരുമുണ്ടോർമകളശ്രുക്കളും
4-5 മാസം മുമ്പേ മകൻ മരിച്ചുപോയി. കുട്ടികളെല്ലാം ഇറങ്ങിപ്പോയി. അവരുടെ മനസ്സിലേക്ക് കുട്ടികൾ ഇറങ്ങിപ്പോയതോടുകൂടി അമ്മയുടെ മനസ്സിലേക്ക് ഓർമ്മകളുടെ തിരമാല ഇങ്ങനെ എത്തുകയാണ്. സ്വച്ഛമാമുൻകാലത്തിൻ സുഗന്ധം വിടരുമ കൊച്ചുടുപ്പ് ഉത്സംഗത്തിൽ വച്ചിരിക്കയാണമ്മ. താർക്കിലുത്തോരോ ചെടി തഴക്കി ജീവിച്ചതിൻ പേർകളെ തപ്പിയിടുന്നു വേദനയോടെ ഭൂമി. എനിക്ക് ഈ കവിതയില് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഇതാണ്. സ്വച്ഛമാ മുൻകാലത്തിൻ സുഗന്ധം വിടരുമ കൊച്ചുടുപ്പ് ഉത്സംഗത്തിൽ വെച്ചിരിക്കുകയാണമ്മ. താർ കിളുത്തോരോ ചെടിതലയ്ക്ക് ജീർണിച്ചതിൻ വേർകളെ തപ്പിയിടുന്നു വേദനയോടെ ഭൂമി. എന്നാൽ ഈ വരികളുടെ അർത്ഥം അറിയൂ? നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പുതിയ പുതിയ നേട്ടങ്ങൾ നമ്മൾ കൈവരിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ കഴിഞ്ഞു പോയ നഷ്ടപ്പെട്ടു പോയതായിരിക്കും കൂടുതൽ ചിന്തിക്കുക. ഒരു അമ്മയ്ക്ക് അത് പ്രത്യേകിച്ച്. ധാരാളം മക്കളുണ്ടെങ്കിൽ കൂടി പോയിപ്പോയ ഒരു മകനെ ഓർത്തായിരിക്കും ആ അമ്മ സങ്കടപ്പെടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. താർ കിളിർത്തോരോ ചെടിതലയ്ക്ക് ഓരോ പുതിയ ചെടിയും വേരുടക്കി പുതിയതായി കിളർത്തുന്ന സമയത്ത് ജീർണിച്ചതിൻ വേരുകളെ തപ്പിയിടുന്നു ഭൂമി. നശിച്ചുപോയ അന്യം നിന്ന് പോയ ആ വേരുകളെയാണ് ഭൂമി എപ്പോഴും തപ്പുന്നത്. ഇതിന്റെ മനോഹരമായ അമ്മയുടെ വേദന എങ്ങനെയാണ് ഒരു കവിക്ക് കൺവേ ചെയ്യാനായിട്ട് സാധിക്കുക അല്ലേ? ഒരിക്കൽ കൂടി അവിടെ ഞാൻ പറഞ്ഞുതരാം. സ്വച്ഛമാമുൻകാലത്തിൻ സുഗന്ധം വിടരുമ കൊച്ചുടുപ്പ് ഉത്സംഗത്തിൽ വച്ചിരിക്കയാണമ്മ. താർക്കിലുത്തോരോ ചെടി തഴക്കി ജീവിച്ചതിൻ വേർകളെ തപ്പിയിടുന്നു വേദനയോടെ ഭൂമി. ജീവിച്ചതിൻ വേർകളെ തപ്പിയിടുന്നു വേദനയോടെ ഭൂമി. പൊൻകഴിഞ്ഞതു മൂലമൊന്നു താനെന്നാകിലും ഒരിക്കലും നഷ്ടപ്പെട്ട ദുഃഖമാണ് അമ്മയ്ക്കുള്ളിൽ. ഉലയാതൊരിക്കലേ ഭരിച്ചിട്ടുള്ളൂ പൈവൽ ഉടലിനുടലാകി പൊള്ളിപ്പോടയാടം. കൊച്ചു കൈകളാൽ സ്വയം മടക്കി പെട്ടിക്കുള്ളിൽ വച്ചു താനാരും തൊടാതുത്സവത്തിനു ചാർത്താൻ. പിഞ്ചു കൈവിരലിന്റെ മാർഗം തികച്ചുടി കഞ്ചുക ചുളിതോറും ഉറങ്ങിക്കിടപ്പുണ്ടാം. അത്രയും വലുതായൊരാനന്ദ നിക്ഷേപമേ ഇത്തിരിപ്പോഴും പട്ടിൽ ക്ഷിപ്തമായിരിപ്പുണ്ടാം. പൊന്നുടലുടുപ്പും വിട്ടെവിടെ പോയി കുട്ടൻ. പൊന്നുടലുടുപ്പും വിട്ടെവിടെ പോയി കുട്ടൻ. മണ്ണിലെ പൂരങ്ങളിൽ മാനസം തൊഴിയുന്നു. അകലിത്തൂ നക്ഷത്ര ലക്ഷദീപത്താൽ മിന്നും ഗഗനേ മഹോത്സവം കാണുകയോ മകനേ നീ. കോവിലിലേട്ടന്മാരുത്സവം കാണുന്നുവോ നീ. ദിവസിക തൃക്കാപ്പിസ്മയം കണക്കിലും ഇല്ലാ തായിന്റെ വന്നു നിൽക്കയാടുണ്ണി. അല്ലടാ ഉടുപ്പില്ലാതെങ്ങനെ അവൻ പോകും. അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണുണ്ണി. ഉടുപ്പില്ലാതെ എങ്ങനെയാ പോകും ഉത്സവത്തിന്? കളിച്ചിട്ടെങ്ങോ നിന്നു കിളി വന്നതാണിപ്പോൾ. കുളിച്ചിട്ടില്ല കുട്ടൻ കണ്ണെഴുതിയിട്ടില്ല. മഞ്ചളി പുരണ്ടോരു മഞ്ജുളകരം നീട്ടി തൻ ചെറുകുപ്പായത്തിനോട് കിണയുന്നു. മഞ്ചളി പുരണ്ടോരു മഞ്ജുളകരം നീട്ടി തൻ ചെറുകുപ്പായത്തിനോട് കിണയുന്നു. പൂർമേ തുടയ്ക്കാം ഞാൻ വലിയൻ മകനെ നിൻ പൂപ്പാറ്റ ചിറകുളി പട്ടുടുപ്പിടുവിക്കാം. അമ്മ സ്വപ്നലോകത്തിലാണ്. അപ്പൊ അമ്മ മകനോട് പറയാണ്, പൂവനെ ഞാൻ തുടച്ചു തരാം, നിനക്ക് ഇഷ്ടപ്പെട്ട പട്ടുടുപ്പ് അത് വിട്ടുതരാം. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ, കാരണം അത് സ്വപ്നമല്ലേ. മെല്ലെന്നു മേളപ്പോലും ചങ്ങലക്കിലുക്കത്തോടല്ലിന്റെ മൗനം ഭഞ്ജിച്ചാനകൾ തിരിച്ചുപോയി. ഉത്സവം കഴിഞ്ഞു ആനകൾ തിരിച്ചു പോകുന്നു. ചിരിച്ചും ഘോഷിച്ചും
കണ്ഠരൂപിയാം വ്യാധി അറിഞ്ഞിട്ടില്ലാത്ത പോലാളുകൾ കടന്നുപോയി. വെണ്ണുരു ചിഹ്നം മുത്തിൻ്റെ ഇലയേറ്റമായി വീട്ടിൽ പിന്നെയും പൂരം കഴിഞ്ഞുണ്ണികൾ തിരിച്ചെത്തി. കണ്ണും തുളച്ചേറ്റാളംബിക താനോ കൊച്ചു മംഗള സ്വപ്നങ്ങളിൽ മാലിന്യം കലർത്തുവാൻ. കണ്ണുകളെ തുടച്ചേറ്റാളംബിക താനോ കൊച്ചു മംഗള സ്വപ്നങ്ങളിൽ മാലിന്യം കലർത്തുവാൻ. ഇങ്ങനെയാണ് കവിത അവസാനിക്കുന്നത്. അപ്പോ ഇപ്പോൾ അമ്മമാർക്ക് ഞാൻ കുറ്റപ്പെടുത്തി പറയില്ല, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സങ്കടത്തെ ജനിക്കാനുള്ള അവസ്ഥയെങ്കിലും ഉണ്ട്. അപ്പൊ അന്ന് ഇത്രയധികം കുട്ടികൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയ മകനെ ഓർത്ത് വിഷമിക്കാനുള്ള ഒരു സമയം പോലും കിട്ടുന്നില്ല. ആ സമയം കൊണ്ട് അടുത്ത കുട്ടികളെല്ലാം എത്തിക്കഴിഞ്ഞു. ഉത്സവം കഴിഞ്ഞ് കുട്ടികളെ വിളിച്ചെത്തി. ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് മണ്ണ് വാങ്ങിയിടാൻ ഞാൻ ആളല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീര് തുടച്ചുകൊണ്ട് അമ്മ എഴുന്നേൽക്കുകയാണ്. ഈ ഒരു മാതൃസ്നേഹം ഇത് കാണുമ്പോൾ നിങ്ങൾ എത്ര പേർക്ക് ഈ ഒരു ദൃശ്യം ആ അമ്മയെ കാണാൻ സാധിക്കുന്നു? മോഹൻലാലിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രമുണ്ട്, ചിത്രം. അതിന്റെ അവസാന ഭാഗത്ത് ആ ഒരു ക്ലൈമാക്സ് സീനില് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റില്ലല്ലേ എന്ന് ചോദിച്ചിട്ട് സോമനും മോഹൻലാലും കൂടെ ജീപ്പിൽ പോകുന്നൊരു രംഗമുണ്ട്. ആ താഴ്വാരത്ത് ഇറങ്ങി പോകുന്ന സമയം. അപ്പൊ ആ നായിക ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയമുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആ ജീപ്പ് ഒന്ന് തിരിഞ്ഞു വന്നിരുന്നെങ്കിലും. ഈ ഒരു ചിത്രം പോലെ ഈ കവിതയെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ ആ കവിതയെ അത്രത്തോളം നമ്മൾ സ്നേഹിക്കണം. ആ കവിതയിലെ മനുഷ്യഹൃദയം തുറക്കുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. കവിത ബോറായി പോവും. ഇപ്പൊ തന്നെ എന്നെ കേൾക്കുവാനായിട്ട് പുതിയ തലമുറയിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ ഒരു കവിതയെങ്കിലും അല്ലെങ്കിൽ അവർ കുറച്ചെങ്കിലും ആ ഒരു ദൃശ്യം അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ ആ ഒരു കവിതയുടെ വിജയം.